ഇവർ ഗൂഢാലോചന നടത്തേണ്ട ചിത്രം എൻ്റെ കയ്യിലുണ്ട്. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ശബരിമല ഇരിക്കുന്ന സ്ഥലത്തെ MLA അടൂർ പ്രകാശ്, ശബരിമല ഇരിക്കുന്ന സ്ഥലത്തെ MP ആന്റോ ആന്റണി, 2 കോൺഗ്രസ് നേതാക്കന്മാർ. എന്നിട്ട് ശബരിമല അംബാസിഡർമാരായി ഗോവർദ്ധനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും, 2 പെരുങ്കള്ളന്മാരെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയി ശബരിമലയുടെ ഭാഗമായ അയ്യപ്പ പൂജ അവിടെ നടത്തി എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പോറ്റിയെ കയറ്റിയെന്ന് പാട്ടുപാടി ഞങ്ങളെ കുത്തുമ്പോൾ പോറ്റിയെ ആരാണ് കയറ്റിയതെന്ന് വെളിപ്പെടുത്തപ്പെട്ടു. അതൊക്കെ ഉണ്ട്. ആ ഗോവർദ്ധൻ എന്ന് പറയുന്ന കള്ളനെ രക്ഷിക്കാനാണ് പ്രതിപക്ഷ നേതാവും VD സതീശനും ഇറങ്ങിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കള്ളനെ രക്ഷിക്കാനാണ് ഇവർ 2 പേരും ഇറങ്ങിയിരിക്കുന്നതാണ് എൻ്റെ ഒന്നാമത്തെ വാദം. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഊറ്റിയ സ്വർണം പോറ്റി ഗോവർദ്ധന് കൊടുത്തു, പണമുണ്ടാക്കി. ഗോവർദ്ധൻ തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ സമ്മതിച്ചു, ഈ സ്വർണം ഞാൻ വാങ്ങി, എനിക്ക് കുറ്റബോധമുണ്ട്, ഞാൻ ദേവസ്വം ബോർഡിന് ഇത്ര പൈസ കൊടുത്തു, മാല കൊടുത്തു. അതിനർത്ഥം എന്താണ്? കള്ളനെ പിടിച്ചു. ദ്വാരപാലക ശില്പങ്ങളിലെ കള്ളനെ പിടിച്ചു. ദ്വാരപാലക ശില്പങ്ങളിലെ കള്ളനെ പിടിച്ചതിനെ കുറിച്ച് രമേശ് ചെന്നിത്തല ഇന്ന് വാദിക്കുന്നത് എന്താണ്? ഗോവർദ്ധന്റെ കയ്യിൽ നിന്നെടുത്ത സ്വർണം അന്ന് കട്ടെടുത്ത ദ്വാരപാലക ശില്പത്തിലെ സ്വർണമാണോ? അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതുകൊണ്ട് ഇപ്പൊ എന്താ? തൊണ്ടി മുതൽ പോലും പിടിച്ചിരിക്കുന്നു. തൊണ്ടി മുതൽ പിടിച്ചതിനെ രമേശ് ചെന്നിത്തല ചോദ്യം ചെയ്യുന്നത് ഈ കേസ് അട്ടിമറിക്കാനല്ലേ? അല്ലാതെ തൊണ്ടി മുതലാണെന്ന് സ്ഥാപിക്കാൻ പറ്റും. ഇതുമായി ബന്ധമില്ലാത്ത ദ്വാരപാലക ശില്പപാളിയിൽ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണമല്ല അത് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത്. അതെ. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ട കാര്യം? ഇന്ന് തന്നെ ഗോവർദ്ധനെ ആ ജയിലിന്റെ വാതിൽ തുറന്ന് പുറത്തു വിടാനല്ലേ ചെന്നിത്തല പറയുന്നത്? അല്ല, ചെന്നിത്തല അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടതാ. ഐ ചലഞ്ച് യു. ഞാൻ കേട്ടതാണ്. ഞാൻ ആധികാരികമായിട്ട് പറയുന്നു. ആ സ്വർണം ഞാൻ കേട്ടതാണ്. സത്യമായി പറയുന്നവനായി രാജാക്കൻ. അതിന് ഞാൻ വേറൊരു തെളിവ് ഞാൻ പുറത്തുവിട്ടിട്ടുണ്ട്. എന്താ പുറത്തുവിട്ടിരിക്കുന്നത്? ഈ ആരോപണം ഉന്നയിക്കാൻ VD സതീശനോടൊപ്പം ഒരു വ്യക്തി നിൽക്കുന്ന ചിത്രം എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തു. ഇനിയും സതീശൻ വെല്ലുവിളിച്ചാൽ കൂടുതൽ ചിത്രങ്ങൾ ഞാൻ പുറത്തുവിടാം. ഇവർ ഗൂഢാലോചന നടത്തേണ്ട ചിത്രം എൻ്റെ കയ്യിലുണ്ട്. കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? അത് ആരുടെ ചിത്രമാണ്? ഞാൻ അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, എനിക്കത് മനസ്സിലായില്ല. ആരുടെ ചിത്രമാണ് അത്? സതീശൻ പറയട്ടെ. അത് ശരി. സതീശന്റെ കൂടെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി അവിടെ ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ ചിത്രത്തിലാണ് അങ്ങ് വരച്ചിരിക്കുന്നത്. അല്ലല്ല, അവിടെ എങ്ങനെയാണ് VD സതീശന്റെ കൂടെ സന്നിധാനത്ത് എത്രയോ പേര് വരുന്നു. അല്ലല്ല, 2 ഫോട്ടോ കൂടി ഇട്ടിട്ടുണ്ട്. സസ്പെൻസ് എന്തിനാണ്? അവിടെ അങ്ങ് തുറന്നു പറയുന്നത് അങ്ങേക്ക് അറിയുമെങ്കിൽ. സതീശന്റെ കൂടെ നിന്ന് SIT ആക്രമിക്കുന്നത് പോറ്റിയെ സഹായിക്കാനാണ് എന്ന വാദത്തിന്റെ തെളിവാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. ആണോ? ഭയങ്കര. ചെന്നിത്തലയുടെ വാദം എന്താണ്? ആ സ്വർണം ഈ സ്വർണമല്ല. അല്ല എന്നല്ല, ഞാൻ ആ ബൈറ്റ് നോക്കുകയായിരുന്നു. ആ സ്വർണം ഈ സ്വർണം തന്നെയാണോ? ജുവലറിയിലുള്ളത് ആ സ്വർണം തന്നെയാണോ എന്നതിന് എന്താണ് ഉറപ്പ്? ആ ഉറപ്പ് നമുക്കും ഇല്ല. അങ്ങനെ ഒരു സംശയം സ്വാഭാവികമല്ലേ? അത് ശരിയാണ്. അല്ല, അതങ്ങനെ ശരിയാവും. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ മതിയപ്പ. എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഈ സ്വർണം ഊറ്റിയെടുത്തു, അതെ, ഞാൻ വാങ്ങിച്ചു, തൊണ്ടി മുതൽ വാങ്ങിച്ചു. ആ സ്വർണം ഈ സ്വർണമാണോ അല്ലയോ എന്നുള്ള തർക്കത്തിന് അവസാനമായി. ഇല്ല, അവസാനമായിട്ടില്ല. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അയ്യപ്പന്റെ മുതൽ ആ സ്വർണം താൻ വാങ്ങി, പക്ഷേ ആ സ്വർണം ഇപ്പോൾ എവിടെ? അത് മറ്റേതെങ്കിലും വ്യവസായിക്ക് വിറ്റോ? അത് മറ്റേതെങ്കിലും ആളുകൾക്ക് വിറ്റ് കൂടുതൽ ലാഭം ഉണ്ടാക്കിയോ? നോക്കൂ, ഗോവർദ്ധൻ തിരികെ കൊടുത്തിരിക്കുന്നത് ഈ സ്വർണമല്ല. ഗോവർദ്ധൻ കൊടുത്തത് പ്രായശ്ചിത്തം കൊണ്ടുള്ള 10 പവനാണ്. SIT ഭീഷണിപ്പെടുത്തി അതിന് തത്തുല്യമായ സ്വർണം തന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു എന്നുള്ളതാണ് ജാമ്യത്തിൽ പറയുന്നത്. അപ്പൊ യഥാർത്ഥ സ്വർണം എവിടെ? ഓക്കെ, എന്റെ വാദം തിരിച്ചെന്ന് ഞാൻ പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ വാദം, സ്വർണമാണോ അന്താരാഷ്ട്ര വിപണിയിൽ കൊടുത്തത്, വിഗ്രഹമാണോ കൊടുത്തത്? രണ്ടും രണ്ടാണ്. സ്വർണവും കൊടുത്തു, വിഗ്രഹവും കൊടുത്തു. ഇനി കൊടുക്കാൻ അയ്യപ്പൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ പറയട്ടെ, രണ്ടുമില്ല. ഒരു കാര്യം, നമ്മൾ ചർച്ച പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വർത്താനം പറയരുത്. പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്, മനസ്സിലായോ?
നമ്മളൊരു വിഷയം നിയമപരമായിട്ടാണ് പറയുന്നത്. അല്ല, അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. ചോദ്യം ഇതാണ്, അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം നോക്കൂ, വിറ്റുന്നതാണോ? അന്താരാഷ്ട്ര വിപണിയിലേക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകാതെയാണ് നിങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ. അനിൽകുമാർ, നമ്മൾ അധികം നേരം സംസാരിച്ചു. എനിക്ക് റിജിലേക്ക് പോകണം. ദയവായി അങ്ങ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലല്ല, please, അങ്ങയുടെ ആരോപണങ്ങൾക്ക് please, റിജി please, മറുപടി please. പറയട്ടെ. എന്റെ പൊന്നെ ഒന്ന് മിണ്ടാതിരിക്കാവോ? സംശയം ഇത്രയേ ഉള്ളൂ. പറഞ്ഞത് clear ചെയ്യാം. അങ്ങ് ഞാൻ എങ്ങനെയാണ് പറഞ്ഞത് ഞാൻ clear ഉണ്ണികൃഷ്ണൻ ചെയ്യാം. പോറ്റിയെ ഞാൻ സംരക്ഷിക്കാനാണ് പറയുന്നത് ഞാൻ വി. ഡി. clear സതീശനും ചെയ്യാം. രമേശ് ഞാൻ ചെന്നിത്തലയും പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവര് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു ഘട്ടത്തിലും ന്യായീകരിച്ചിട്ടില്ല. എനിക്കതിന് യോജിപ്പില്ല. ഞാനതിന് യോജിപ്പില്ല. മനസ്സിലാക്കി തരാം. ഒന്ന്, ഒരു SIT സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ. പിടിച്ചെടുത്ത സ്വർണം ആ സ്വർണം തന്നെയാണോ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? SITക്ക്. അത് SITക്കാണ്. അത് എവിടെയാണ് തെളിയിക്കേണ്ടത്? കോടതിയിലാണ്. അതെ, അത് കോടതിയിലല്ലേ തെളിയിക്കേണ്ടത്. അതവർ തെളിയിച്ചോളും. ഇപ്പൊ എന്തിനാ ചെന്നിത്തല ആ സ്വർണത്തിന് വേണ്ടി ഗോവർദ്ധന്റെ വാദമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടി സഖാവായ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കുമ്പോൾ അത് കുറ്റമാണ്. ആ കുറ്റത്തിന്റെ ഭാഗമായി ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ SITക്കൊപ്പം പാർട്ടി വ്യക്തമാക്കി. അതേസമയം പക്ഷേ പത്മകുമാറിനൊപ്പമാണ് നിങ്ങൾ. അതാണ് എന്റെ ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അതും ഇന്നത്തെ ചുറ്റുപാട്. കൂട്ടിക്കുഴയ്ക്കരുത്. ഗോവർദ്ധൻ കള്ളം ചെയ്ത് സമ്മതിച്ച് സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്, അയ്യോ ഗോവർദ്ധൻ പറയുന്ന പോലെ അയാൾ കള്ളനല്ല കേട്ടോ, അയാളൊരു സാധനം വാങ്ങിച്ചിട്ടില്ല, അത് കടകംപള്ളി ശില്പപാളിയായിട്ട് ഭണ്ഡാരം എടുത്ത് അരിച്ചെടുക്കാതെ വിറ്റതാണ്. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ കള്ളനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് കള്ളം പറയാന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണ്? രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം ഇത്രയേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഒക്കെ ഞങ്ങളെ വേട്ടയാടിയത് ഞങ്ങൾ കള്ളന്മാരാണ്. ഞാൻ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പാർട്ടി കട്ടിട്ടില്ല. നിങ്ങൾ കള്ളന്മാരാണ്. നിങ്ങൾ കള്ളന്മാരാണ്. ആർക്കറിയാം? നിങ്ങൾ എന്ത് ന്യായീകരിക്കുന്നത്? നിങ്ങളുടെ ആളല്ലേ ജയിലിൽ കിടക്കുന്നത്? CPM നേതാക്കന്മാരെ ജയിലിൽ കിടക്കുന്നത് ഉൾപ്പെടെ എന്നിട്ട് പറയും നിങ്ങൾ കള്ളന്മാരാണ്. ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. ഇങ്ങനെ സ്വർണം കട്ടത് സ്വർണം കട്ടത് ആരപ്പ? സഖാക്കളാണ്. അയ്യപ്പ, നിങ്ങൾ കള്ളന്മാരാണ്. ശബരിമലയിലെ സ്വർണം കട്ട കാട്ടുകള്ളന്മാർ. ഇവൻ ശരിയല്ല. ചർച്ച അല്ലല്ല അത് ഇതാദ്യം തീർപ്പാക്കിട്ട് പോകും. ഒരു ചർച്ചയിൽ ഒരാളൊരു വാദം പറയുമ്പോൾ ഇങ്ങനെ എതിർഭാഗത്തുള്ള ആൾ പറയാൻ തുടങ്ങിയാൽ ചർച്ചയാവില്ല. അങ്ങനെയുള്ളവരുമായിട്ട് ചർച്ച നടത്താൻ ഞങ്ങളെ വിളിക്കരുത്. ശശിയെ എന്നാണ് ഈ പറയുന്നത്? ഞങ്ങൾ സ്വർണം കട്ടവരല്ല. ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് വിശുദ്ധമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഇതിന്റെ പൊളിറ്റിക്സ് എന്താണ്? ആരാണ് ശബരിമലയിൽ പോറ്റിയെ കയറ്റിയതെന്ന ചോദ്യം. അപ്പോഴാണ് ഞങ്ങളുടെ തെളിവ് പ്രയാർ ഗോപാലകൃഷ്ണൻ, ആന്റോ ആന്റണി, അതുപോലെ തന്നെ അടൂർ പ്രകാശ്, UDF കൺവീനർ. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇവര് 2014 മുതൽ പോറ്റിയെ ശബരിമലയുടെ അംബാസിഡറായിട്ട് ശബരിമല മാത്രമല്ല സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ട് കയറ്റി. 2014 തൊട്ട് 2014 പിന്നെ ഭരിച്ചത് നിങ്ങളല്ലേ? ഒരു മര്യാദയല്ല അരുണെ, ഞാൻ ചർച്ചയ്ക്കില്ല. ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളെ അപമാനിക്കുകയും ആക്രമിക്കുകയും എടാപോടാ വിളിക്കുകയും ചെയ്യുന്ന ഒരു പാനലിസ്റ്റിനോടൊപ്പം CPMന് ചർച്ചയിൽ വരാൻ താല്പര്യമില്ല. ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഭണ്ഡാരിയുടെ അല്ലെങ്കിൽ ഈ പോറ്റിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഗോവർദ്ധന്റെ മോഷണങ്ങളുണ്ടല്ലോ, സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസമാക്കിയ ഇവരുടെ ഈ കള്ളന്മാരുടെ മോഷണങ്ങൾ, ആ മോഷണത്തിന്റെ പങ്ക് ആരൊക്കെ പറ്റി? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ചതിന് എന്ത് രേഖയാണ് അങ്ങയുടെ കയ്യിലുള്ളത്? അങ്ങനെ ജന്മത്തിൽ പോയി ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് താമസിക്കാൻ പറ്റും? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ശ്രീ അനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും ഒരു നേതാവിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ നേതാവിന്റെ പേര് പത്മകുമാർ എന്നാണ്. നിങ്ങളുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ്. പത്മകുമാറിന്റെ മൊഴിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് SIT രേഖപ്പെടുത്തിയിട്ടുണ്ട്. SIT റിമാൻഡ് റിപ്പോർട്ടിലും കസ്റ്റഡി അപേക്ഷയിലും ആ മൊഴിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് ശരിയാണല്ലോ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ച് പൂജ നടത്തിയതിന് തെളിവിടെ കയ്യിലൊരു ചരട് കെട്ടി കൊടുക്കുന്നതും കയ്യിലൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതും അല്ലാതെ എന്ത് തെളിവ്? വീട്ടിലുണ്ട്, സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ട്. പുറത്തുവിട്, കോൺഗ്രസ് പുറത്തുവിട്. പിന്നെ താൻ എന്റെ അടുത്ത് വലിയ വർത്തമാനം പറഞ്ഞു. ഇത് താങ്കൾക്കറിയാം. സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ? താങ്കൾക്കറിയില്ലല്ലോ. താങ്കൾക്കറിയാത്ത കാര്യം ആരോപണമായിട്ട് ശരിയല്ലാന്ന് ഞാൻ പറഞ്ഞുള്ളൂ.
അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ല. നമ്മുടെ മുന്നിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചാൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ സംസാരിച്ചതിന് തെളിവിൽ താമസിച്ചതിന് തെളിവില്ല. കോൺഗ്രസ് പുറത്തുവിട്. എപ്പോൾ വന്നു, എപ്പോൾ പോയി? കോൺഗ്രസ് പുറത്തുവിട്. ആസും കട്ട സ്വർണത്തിന്റെ പങ്ക് എപ്പോൾ വന്നു, എപ്പോൾ പോയി? തെളിവ് പുറത്തുവിടൂ. ന്യായീകരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ വീട്ടിലെ ഈ തെളിവ് പുറത്തുവിടൂ. അൽകുമാർ അത് അത് ശരിയല്ല. കാരണം കോൺഗ്രസ് പുറത്തുവിടൂ. ഇയാൾക്ക് എന്താണ് വയ്യേ? താമസിച്ചു എന്ന് അങ്ങ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ്. പൊതുമധ്യത്തിൽ വെല്ലുവിളിക്കുന്നു. അല്ല സാർ, സോണിയാഗാന്ധിയുടെ അതിന്റെ വീട്ടിൽ കാരണം താമസിച്ചു എന്താണ്? എന്ന് ഞാൻ പറയുന്നതിനുള്ള താമസിച്ചു തെളിവുകൾ എന്ന് പറയാൻ എന്റെയോ കാരണം അനിൽകുമാറിന്റെയോ കയ്യിലില്ല. താമസിച്ചു എന്ന് പറയാൻ കാരണം എന്താണ്? താമസിച്ചു, പൂജ നടത്തി. ഇയാളാണോ പോയത് കൂടെ? അല്ല, ഒരു നിമിഷം റിജിൽ ബാക്കുറ്റി ഒരു നിമിഷം. അനിൽകുമാറിന്റെ കയ്യിലുള്ള ആ തെളിവ് എന്താണ്? അവിടെ താമസിച്ചു എന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ തെളിവ് മുമ്പിൽ എന്താണ്? ഇതിന് തെളിവ് എവിടെയുണ്ട്? എവിടെയുണ്ട്? ബഹുമാന്യായ സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ട്. ബെസ്റ്റ്. ഞാൻ കോൺഗ്രസിനോട് അപേക്ഷിക്കുന്നു, കോൺഗ്രസ് പാർട്ടിയോട് അപേക്ഷിക്കുന്നു. അത് അനിൽകുമാറിന് നേരിട്ട് അറിയില്ല. നിങ്ങൾ അനിൽകുമാറിന് നേരിട്ട് അറിയാമോ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ചു എന്നുള്ള വിവരം നേരിട്ട് താങ്കൾക്ക് അറിയാമോ? താങ്കൾ ഏതെങ്കിലും രേഖകൾ കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. കോൺഗ്രസ് വെളിപ്പെടുത്തുക. അവിടെ വേറെ പൂജയൊന്നും നടന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിലില്ല. അവിടെ ആകെ കയ്യിലൊരു ചരട് കെട്ടി കൊടുത്തത് മാത്രമേ നമ്മുടെ ഫോട്ടോയിലുള്ളൂ. ചളമായെന്നാ തോന്നുന്നത്. ഇല്ലില്ല, ഞാൻ റിജിൽ ബാക്കുറ്റിയിലേക്ക് പോയി വരുന്നു. റിജിൽ ബാക്കുറ്റി, ഇവിടെ അനിൽകുമാർ വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ പറയുന്നു. സ്വർണം കട്ടത് മുഴുവൻ ഇവരാണ്. ഇപ്പൊ പഞ്ചലോഹം വിഗ്രഹം പോലും അവിടെ നിന്നും അടിച്ചു മാറ്റി എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് എന്ത് അയ്യപ്പനാണ്? നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, പിരാന്തൻ നായിക്ക് എന്ത് കുമാരൻ മാഷ്, സഖാക്കൾക്ക് CPM-കാർക്ക് എന്ത് അയ്യപ്പൻ. ഇതാ ഫോട്ടോ നിൽക്കുന്ന പിണറായി വിജയന്റെ കൂടെ ഇതാ ഇന്നത്തെ അവിടുത്തെ ADGP-യുടെ ശ്രീജിത്തിന് അദ്ദേഹം ഷാൾ ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കടകംപള്ളിയായി ഇതാ നന്നായി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോ ഒന്നാം പ്രതി പിണറായി വിജയൻ ആവണ്ടേ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. കിടക്കുന്ന ജയിലിൽ CPM-ന്റെ നേതാക്കന്മാരാ. ഞങ്ങൾ ആരും കിടന്നിട്ടില്ല. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താ കേൾക്കണത്? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്ത? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.